ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരു യുദ്ധത്തിന് മുമ്പായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകളാണ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ 1971 ശേഷം രാജ്യത്തൊട്ടാകെ ഒരു സെക്യൂരിറ്റി ഡ്രിൽ നടക്കുകയാണ്, മോക്ക് ഡ്രിൽ നടക്കുകയാണ്. ഇപ്പോൾ 71 യുദ്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പം അതുപോലെ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന സംശയം എല്ലായിടത്തുമുണ്ട്. ഇതിനിടയിൽ ഇനി അഥവാ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമോ? ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ ഈ അവസരം ഉപയോഗിക്കൂ. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. എന്നും യുദ്ധം യുദ്ധം എന്ന് പറയുന്നതൊന്നും എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പോൾ ഈ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പൈസ ചെലവുണ്ട്, ഒരുപാട് മനുഷ്യരുടെ പ്രയത്നം വേണം, ഒരുപാട് ടെക്നോളജി വേണം, ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. അടുത്ത ഫ്യൂച്ചർ ജനറേഷൻസ് എങ്കിലും, അത് ഇന്ത്യയിലെ മാത്രമല്ലെന്നേ, പാകിസ്ഥാനിലുള്ള മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിനൊപ്പം നിൽക്കും. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് താജിക്കിസ്ഥാൻ. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ഈ താജിക്കിസ്ഥാനും ഇന്ത്യക്കും ഇടയിലായിട്ട് വഖാൻ കോറിഡോർ എന്ന് പറയുന്ന ഒരു 15 മുതൽ 20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ രണ്ട് വശത്തായിട്ട് ഇന്ത്യയും താജിക്കിസ്ഥാനും കിടക്കുകയാണ്. ഒരു നാരോ ബോർഡറാണ് അവിടെ അഫ്ഗാനിസ്ഥാന് വരുന്നത്. എങ്കിലും അഫ്ഗാനിസ്ഥാൻ കടന്ന് വേണം താജിക്കിസ്ഥാനിലേക്ക് പോകാൻ. അപ്പോൾ ഈ താജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു എയർബേസ് ഉണ്ട്. നമുക്കറിയാം, ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ഒക്കെ പേപ്പറിൽ മാത്രമാണ് ഇന്ത്യയുടേത്. ഇപ്പോഴും ആ പ്രദേശത്തിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം എപ്പോഴും പാകിസ്ഥാൻ ഉണ്ട്. അപ്പോൾ ഈ ഭയത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു എയർബേസ് താജിക്കിസ്ഥാനിൽ ഇന്ത്യക്കുണ്ട്. ഫർഖോർ എയർബേസ് എന്ന് പറയുന്ന ഈ ഒരു എയർബേസ് ഇന്ത്യയും അതുപോലെ താജിക്കിസ്ഥാൻ എയർഫോഴ്സും സംയുക്തമായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യക്കാണ് ഈ എയർബേസിന്റെ പൂർണ്ണമായ ചുമതല. 1990കളിൽ തന്നെ ഇന്ത്യക്ക് താജിക്കിസ്ഥാനിൽ ഒരു മിലിറ്ററി പ്രസൻസ് ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സിവിൽ വാർ നടക്കുന്ന സമയത്താണ് ഇന്ത്യ ഈ ഒരു മിലിറ്ററി പ്രസൻസ് അവിടേക്ക് കൊണ്ടുവരുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് താജിക്കിസ്ഥാനെ ഇന്ത്യ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000-ന് ശേഷം ഇന്ത്യ അങ്ങനെ ഈ താജിക്കിസ്ഥാനിൽ ഒരു മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ടൊരു എയർബേസ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എയർബേസ് എന്ന് പറയുന്നത് ഈ പാക് അധീന കാശ്മീരിന്റെ ഭാഗമായ ഗിൽജിത് ബാൾട്ടിസ്ഥാനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു എയർബേസ് ആണ്. അപ്പോൾ ഇപ്പോൾ നാളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ വളരെ തന്ത്രപരമായി ഈ എയർബേസിന്റെ സപ്പോർട്ട് കൂടി ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് വളരെയധികം വാർത്തയാവുകയും ചെയ്തിരുന്നു. വാജ്പേയി ഗവൺമെന്റ് ആണ് ഈ ഒരു താജിക്കിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ട് തന്ത്രപരമായിട്ടുള്ള ഈ ഒരു എയർബേസ് അവിടെ സ്ഥാപിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വാജ്പേയി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇത്തരം ഒരു നീക്കം നടത്തിയത്. അന്ന് അജിത് ഡോവൽ അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു, എയർ മാർഷൽ BS ധനോവ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ചേർന്നെടുത്തൊരു തീരുമാനമായിരുന്നു അത്. അങ്ങനെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് മാറി മറ്റൊരു രാജ്യത്ത് ഒരു ഓവർസീസ് എയർബേസ് സ്ഥാപിക്കുകയാണ്. ഇനിയൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു എയർബേസ് ആണിത്. താജിക്കിസ്ഥാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ തന്നെയാവും സാധ്യത. പാകിസ്ഥാൻ സമീപകാലത്ത് താജിക്കിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ താജിക്കിസ്ഥാനെ പലപ്പോഴും സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. രണ്ട് രാജ്യങ്ങൾക്കാണ് താജിക്കിസ്ഥാനിൽ മിലിറ്ററി സാന്നിധ്യമുള്ളത്. ഒന്ന് ഇന്ത്യക്കും മറ്റൊന്ന് ചൈനയ്ക്കുമാണ്. എന്നാൽ ചൈനയ്ക്കുള്ള മിലിറ്ററി സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ ചൈന ബോർഡറിന് സമീപത്തായിട്ട് ചൈന 2016-ന് ശേഷം ഒരു മിലിറ്ററി ഫെസിലിറ്റി താജിക്കിസ്ഥാന്റെ സഹായത്തോടെ അവിടെ രൂപപ്പെടുത്തിയെടുത്തത്. പ്രധാനമായിട്ടും ഷീൻജിയാങ് പ്രവിശ്യയിലേക്കും മറ്റും നടക്കുന്ന ഭീകരവാദത്തെ തടസ്സപ്പെടുത്തുക, അതില്ലാതാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇന്ത്യക്കുള്ളത് പോലത്തെ ഒരു അഡ്വാൻസ്ഡ് ഒരു മിലിറ്ററി എയർബേസ് ഒന്നും താജിക്കിസ്ഥാനിൽ ചൈനയ്ക്ക് ഇപ്പോഴുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനിപ്പോൾ പാക് അധീന കാശ്മീർ മാത്രമായി നടക്കുന്ന യുദ്ധമാണെങ്കിൽ പോലും ഈ പാക് അധീന കാശ്മീരിന്റെ ഭാഗമായ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് തന്ത്രപരമായ ഒരു വിജയമായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ചരക്ക് നീക്കം യാതൊരു തടസ്സവുമില്ലാതെ നടത്താനായിട്ട് സാധിക്കും. കാരണം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ധാരാളം അപൂർവമായിട്ടുള്ള ധാതുക്കളും മിനറൽസും മെറ്റൽസും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. അതിപ്പോൾ നമ്മുടെ റഷ്യ മുതൽ ഇങ്ങോട്ട് കസാക്കിസ്ഥാൻ ആയിക്കോട്ടെ, താജിക്കിസ്ഥാൻ ആയിക്കോട്ടെ, ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ ധാരാളം അപൂർവങ്ങളായിട്ടുള്ള റെയർ മെറ്റൽസും മിനറൽസും ഒക്കെ നിക്ഷേപങ്ങളുണ്ട്. ഇന്ത്യയെ പോലെ മാനുഫാക്ചറിംഗ് രംഗത്തൊരു പവറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം
ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് കാണാതെ പോകുന്നതുകൊണ്ടാണ്. ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യാതൊരു തടസ്സവും ഇല്ലാത്ത ഒരു ചരക്ക് നീക്കം നമുക്ക് വളരെ ചിലവ് കുറച്ച് സാധ്യമാകണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ സാധിക്കും. കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ നമ്മൾ നല്ല ടേംസിലാണ്. ഇന്ത്യൻ മിലിറ്ററി ഫെസിലിറ്റീസ് ശക്തമായതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് സുഖമായിട്ട് താജിക്കിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്ക് ചരക്ക് നീക്കം നടക്കും. അത് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഓയിൽ കൊണ്ടുവരാനാണെങ്കിലും മറ്റ് അപൂർവമായിട്ടുള്ള ധാതുക്കളും മെറ്റൽസും കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇവിടുന്ന് അങ്ങോട്ടും പറ്റും. ഒരു വലിയ യുദ്ധമുണ്ടായാൽ പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടും പാകിസ്ഥാൻ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എയർബേസിനെ അവർ വളരെയധികം ഭയപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.